നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണിച്ചെപ്പ് അയ്യപ്പൻകോവിൽ 6 ഏക്കർ ശ്രീ ദുർഗാദേവി ശാസ്താക്ഷേത്രത്തിൽ ദർശനത്തിനായി തുറന്നു നൽകി. 200 വർഷത്തിലേറെ പഴക്കമുള്ള മണിച്ചെപ്പ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് തുറന്നു നൽകുന്നത്. ഊരാളി സമുദായത്തിൽ തലമുറകളായി കൈമാറി വരുന്ന ഒന്നാണ് മണിച്ചെപ്പ് അഥവാ എലുപ്പം പെട്ടി. പണ്ടുകാലങ്ങളിൽ പ്രത്യേക മന്ത്രങ്ങൾ പഠിച്ച കുടുംബത്തിലെ മൂത്ത കാരണവർ രോഗമുക്തിക്കായും വിളവെടുപ്പ് ഉത്സവത്തിനുമായാണ് മണിച്ചെപ്പ് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ഈറ്റപ്പുരകളിലാണ് മണിച്ചെപ്പ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ മണിച്ചെപ്പിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. കേരളത്തിൽ അയ്യപ്പൻകോവിൽ 6 ഏക്കർ ദുർഗാദേവി ക്ഷേത്രത്തിൽ മാത്രമാണ് മണിച്ചെപ്പുള്ളത്. ക്ഷേത്രത്തിലെ ഗുളികന്റെ ശ്രീകോവിലിനുള്ളിലാണ് മണിച്ചെപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഊരാളി സമുദായത്തിൽപ്പെട്ട മൂത്ത കാരണവർ ഒരാഴ്ച നോമ്പെടുത്ത ഗുളികന് വറപ്പൊടി നിവേദ്യം അർപ്പിച്ച ശേഷം മണിച്ചെപ്പെടുത്ത 4 ദിക്കുകളിലേക്കും തിരിഞ്ഞ് കിലുക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റും വലയം വെച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അവസരം നൽകും. 6 ഏക്കർ ക്ഷേത്രത്തിലെ മണിച്ചെപ്പ് എടുക്കാനുള്ള അവകാശം ക്ഷേത്രം വെളിച്ചപ്പാട് കുഞ്ഞിരാമനാണ്. കാരണവന്മാർ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഈ ചെപ്പാണ്. മന്ത്രവാസം എന്നാണ് അവർ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് കൈകാര്യമായിട്ട് ഇങ്ങനെ പൂർവികമായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്തിങ്ങനെ പോയിരിക്കുന്നത്. ഇത് കുറേ കാലമായിട്ട് കാരണവന്മാരുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാർക്കും പഠിക്കാൻ പറ്റില്ല. ഇതിന് മന്ത്രങ്ങൾ പഠിക്കാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം ഇത് സ്വയമേ പഠിക്കുന്ന, അല്ലാതെ നമ്മളൊരാൾ എഴുതി കൊടുത്ത് പഠിപ്പിക്കുന്നതല്ല. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കേ ഉള്ളൂ. അങ്ങനെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ആദ്യം ഈറ്റ വെട്ടി അതിൻ്റെ വേളയെടുത്ത് അത് ആദ്യം ഒന്ന് നെയ്യും. അതിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്നതാണ് ഇത്. അത് ചൂരലിൻ്റെ വള്ളി കീറി കോർക്കും അതിൻ്റെ പുറത്തുകൂടെ. അങ്ങനെയാണ് ഇതിങ്ങനെ ചുറ്റും ഇതിങ്ങനെയുള്ള ഇങ്ങനെ. പിന്നെ ഈ സൈഡിൽ കൂടെയുള്ള അതിൻ്റെ അടിയിൽ കൂടെ ചൂരൽ വടി കൊണ്ട് പ്രത്യേകം ചീകിമെടഞ്ഞാണ് മണിച്ചെപ്പ് അഥവാ എലുപ്പം പെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് പ്രത്യേകതരം ദ്വാരവും ഉള്ളിൽ അറകളുമുള്ള പെട്ടിക്കുള്ളിൽ സ്വർണ്ണ നാണയങ്ങളും പഞ്ചലോഹ നാണയങ്ങളുമാണ് നിറച്ചിരിക്കുന്നത്.